Deflection magnetometer, moment of a magnet in tan B position. Tan B പൊസിഷനിൽ വെച്ചിട്ടുള്ള ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ യൂസ് ചെയ്തിട്ട് ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് കണ്ടെത്തുന്ന മെത്തേഡാണ്. നമുക്ക് വേണ്ടത് രണ്ട് അപ്പാരറ്റസാണ്, ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററും മാഗ്നറ്റിക് മൊമെൻ്റ് കണ്ടെത്താനുള്ള മാഗ്നറ്റും. കോമ്പസ് 90-90 പാരലായിട്ട് വുഡനാമിന് പാരലായിട്ട് 90-90 വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഹോൾ അപ്പാരറ്റസ് റൊട്ടേറ്റ് ചെയ്തിട്ട് അലൂമിനിയം പോയിൻ്റർ 0-0 എന്ന് വരുന്ന രീതിയിൽ വെക്കണം. അലൂമിനിയം പോയിൻ്റർ 0-0 വരുന്നുണ്ട്, അപ്പോൾ അത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും. ഇനി മാഗ്നറ്റ് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിൻ്റെ സെൻറ്റർ വെക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 17-നും 22-നും ഇടയ്ക്കിലാണ് കോമ്പസ് ബോക്സിൽ 30-60 വാല്യൂസ് കാണിക്കുന്നത്. അപ്പോൾ 70-ൽ വെക്കുന്ന സമയത്ത് നമുക്ക് മാഗ്നറ്റ് 70 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ വെക്കുമ്പോൾ കോമ്പസിൽ 55 എന്ന് പറഞ്ഞ 55 എന്ന് പറഞ്ഞ വാല്യൂസ് കാണിക്കും. ഇനി മാഗ്നറ്റ് സെയിം ഡിസ്റ്റൻസിൽ റിവേഴ്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് കോമ്പസ് ബോക്സിൻ്റെ ഒരറ്റത്ത് 56-ഉം മറ്റേത് 56 എന്ന് വരും. ഇനി സൗത്ത് ഡയറക്ഷനിലേക്ക് വെക്കുന്ന സമയത്ത് സെയിം ഡിസ്റ്റൻസ് 70-ൽ വെക്കുന്ന സമയത്ത് അലൂമിനിയം പോയിൻ്റിൻ്റെ ഒരു ഭാഗം 54-ഉം മറ്റേ ഭാഗം 54-ഉം വരും. റിവേഴ്സ് ചെയ്ത് വെക്കുന്ന സമയത്തും സെയിം ഡിസ്റ്റൻസിൽ തന്നെ സെയിം ഡയറക്ഷനിൽ വെക്കുമ്പോൾ 55 എന്ന് കിട്ടും. ഇനി ഇതേമാതിരി തന്നെ അപ്പോൾ അതിൻ്റെ മീൻ ഡിഫ്ലക്ഷൻ കാണുന്നത് 55 വരും. ഇനി മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് 10⁻⁷ ഇൻറ്റു BH d² + L² ഹോൾ റേസ് ടു 3/2 tan θ. 2 എന്ന് പറയുന്നത് 7.5 ഇൻറ്റു 10⁻⁻² ആണ്. ഇനി മാഗ്നറ്റിക് മൊമെൻ്റ് കാണാനുള്ള ഇക്വേഷൻ 10⁻⁷ ഇൻറ്റു BH എന്ന് പറയുന്നത് 0.38 ഇൻറ്റു 10⁻⁻4 ആണ്. 10⁻⁻4. ഇനി d² ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 17 ഇൻറ്റു 10⁻⁻2 ഹോൾ സ്ക്വയർ പ്ലസ് L എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് 7.5 ആണ്. L എന്ന് പറയുന്നത് 3.75 ആയിരിക്കും. 3.75 ഇൻറ്റു 10⁻⁻2 ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 tan θ. ഇവിടെ തീറ്റ പറയുന്നത് 55 ആണ്. അപ്പോൾ tan 55 10⁻⁷ ഇൻറ്റു 0.38 ഇൻറ്റു 10⁻⁻4 ചെയ്യുമ്പോൾ നമുക്ക് 380 എന്ന് കിട്ടും. 380 ഇൻറ്റു 70 ഇൻറ്റു 10⁻⁻2 ഹോൾ സ്ക്വയർ പ്ലസ് 3.75 ഇൻറ്റു 10⁻⁻2 ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 5.27 ഇൻറ്റു 10⁻⁻3 ഇൻറ്റു tan 55 1.42 ചെയ്യുമ്പോൾ 380 ഇൻറ്റു 5.27 3.265 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അതേമാതിരി തന്നെ ഡിസ്റ്റൻസ് മാറ്റിയിട്ട് 18, 20, 21, 22 എടുക്കുന്ന സമയത്ത് വാല്യൂസ് കിട്ടുന്നതാണ്. ഇതൊക്കെ ഓരോന്നിൻ്റെ മീൻ ഡിഫ്ലക്ഷൻ കണ്ടിട്ട് മാഗ്നറ്റിക് മൊമെൻ്റ് കാണുക. ഇനി മീൻ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് 3.3968 ആണ്. ഇനി മീൻ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് ഓരോ മാഗ്നറ്റിക് മൊമെൻ്റോടെ
റേസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്യുകയാണ്. അത് 3.3968 കിട്ടും. ഇനി പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് M/12L ആണ്. M എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടി 3.3968 ആണെന്ന് കിട്ടി. 12 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ മാഗ്നറ്റ് 7.5 × 10⁻². അത് ചെയ്ത് കഴിഞ്ഞാൽ 45.29 കിട്ടും. അതാണ് ടാൻ ബീൻ്റെ പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്.